ഈ കുതിരക്കൊക്കെ എന്തെങ്കിലും തീറ്റ കൊടുത്തൂടെ? ക്ഷീണിച്ച സാധനങ്ങൾ അതല്ലേ ഞാൻ എന്ത് ചെയ്താലും അല്ലെങ്കിൽ മാഡത്തിന് കുറ്റ. സാറെ കളിക്കണ്ടേ? ഒന്ന് കളിച്ചിട്ട് പോവൂ. എന്തൊരു കഷ്ടം നോക്കും. അപ്പൊ ഞാൻ ആരുടെ കൂടെ കളിക്കും? ശീതളിന്റെ കൂടെ കളിച്ചോളി. ഞാനൊന്നുമില്ല ഇത് കളിക്കാൻ. യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നാ പറഞ്ഞേക്കണേ. ഓ, അല്ലെങ്കിൽ കളി അറിയില്ല എന്ന് പറയരുത്. അനക്ക് ചുള്ളിയും പേരും കളിച്ചൂടെ? എന്നാലും പോയിട്ട് അനക്ക് നല്ല പറ്റിയ കളി തന്നെയാണ് ചുള്ളിയും. നമ്മളില്ലാന്ന് പറഞ്ഞില്ലേ? മേഡം വിളിക്കണ്ട, പേടിച്ചിട്ടാ. എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട കേട്ടോ. ശീതള കളിക്കും, ഞാൻ പഠിപ്പിച്ചു തരാം. ഇന്ന് അങ്ങനെയാണെങ്കിൽ രാജാവ് കൊണ്ട് ചെക്ക്. അപ്പൊ കളി തീർന്നില്ലേ? കളിക്കണ്ട, വല്ല പണിയും ചെയ്യോ പോയിട്ട്. അത് അങ്ങോട്ട് നോക്കൂ. ഞാൻ വളരെ ശക്തമായിട്ടുള്ള ഒരു തെളിവായിട്ടാണ് വന്നിട്ടുള്ളത്. പുതിയ തെളിവ്? അതെ, ഇവര് 20 വർഷം മുമ്പ് ജനറൽ ഹോസ്പിറ്റലിലെ നഴ്സായിരുന്നു. എല്ലാ സത്യങ്ങളും മണിയായിട്ടാണ് പറയും കേട്ടോ. മണിയായിട്ട് പറഞ്ഞു കൊടുക്കണം. ആ സാറന്മാര് ചോദിക്കി, നിങ്ങള് ജനറൽ ഹോസ്പിറ്റലിലെ നഴ്സായിരുന്നു? നിങ്ങള് ജനറൽ ഹോസ്പിറ്റലിലെ നഴ്സ് ആയിരുന്നോന്ന്? ഞാൻ ജനൽ കൂടി ഒന്നും തുപ്പാറില്ല. നല്ല തെളിവാ. നേഴ്സായിരുന്നോന്ന്? അപ്പോഴാണ് വണ്ടി കീറിൽ വീണേ. ഇയാളുടെ കുട്ടിയുടെ പ്രസവം എടുത്തത് നിങ്ങളായിരുന്നോ? ഇയാളുടെ കുട്ടിയുടെ അല്ല, ഇയാളുടെ ഭാര്യയുടെ പ്രസവം എടുത്തത് ഞാനാണ്. ആണായിരുന്നോ പെണ്ണായിരുന്നോ? ആര് പ്രസവിച്ചത്? പ്രസവിക്കണത് പെണ്ണുങ്ങളല്ലടോ പൊട്ട, ആണുങ്ങളാണ് പ്രസവിക്കുന്നത്. അതല്ല ചോദിച്ചത്. ഇയാളുടെ ഭാര്യ പ്രസവിച്ചല്ലോ, അന്നത് ആൺകുട്ടി ആയിരുന്നോ പെൺകുട്ടി ആയിരുന്നോന്ന്? നല്ല ഒന്നാന്തരം പെൺകുട്ടി ആയിരുന്നില്ലേ വല്യമ്മേ? അതന്നെ ഞങ്ങളും പറയണേ. ആണ്. നല്ല ഒന്നാന്തരം പെൺകുട്ടി ആയിരുന്നു അല്ലേ വല്യമ്മേ? ആണെന്ന് പറയുമ്പോ നിങ്ങൾ എന്തിനാ പെണ്ണെന്ന് പറഞ്ഞ് തെറ്റിക്കണേ? എന്തൊരു കഷ്ടാണ് ഇതൊന്നും അല്ലാതെ. ഓ, എനിക്ക് ജനിച്ചത് പെൺകുഞ്ഞല്ലായിരുന്നോ? ആണല്ല പെണ്ണ്. എവിടെയോ തലയ്ക്ക് വെളിവില്ലാതെ കടകടോരണത്തിന് വിളിച്ചു വന്നിട്ട് തെളിവെന്ന് പറഞ്ഞു. അതെ സാറന്മാരെ, ഇതുവരെ ചോദിച്ചതൊക്കെ മായ്ച്ചു. ഇനി ആദ്യം മുതൽ ശാന്തമായിട്ട് സമാധാനമായിട്ട് ഒന്ന് ചോദിക്കും. ശാന്തമായിട്ട് ചോദിച്ചാൽ കേൾക്കാൻ പറ്റിയ ഒരാളും. സത്യശീല, ഇനിയിപ്പോ ഇവര് പറയുന്നത് സത്യമാണെങ്കിലും കൂടി ഇവിടുന്ന് ആ സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോണില്ല. അതെന്താ കിട്ടാൻ പോണില്ലാന്ന്? തരാൻ ഉദ്ദേശിച്ചില്ല. നിങ്ങളല്ലേ തരേണ്ട ആൾക്കാര്. തരാൻ സൗകര്യം ഇല്ല, അത്രേ ഉള്ളൂ. എന്ത് സൗകര്യം ഇല്ലാന്ന്? തരില്ലാന്ന് പറഞ്ഞാൽ തരില്ല. ആ, എന്നാ പിന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഞാൻ എന്റെ മോളെ കാനഡയിലേക്ക് പറഞ്ഞേക്കാൻ പറ്റുമോ നോക്കട്ടെ. നോക്കുന്നാല് എന്താടോ പേടിപ്പിക്കണേ? നിങ്ങൾ വെറുതെ നിങ്ങളെ ഈ പേണം ചെസ് കെട്ടിട്ടുള്ള കളി വേണ്ട. കരുക്കളി ഞാൻ അടക്കി വെക്കണേ. തനിക്ക് അങ്ങോട്ട് പറഞ്ഞിട്ട് പോയാ മതി. സാധനം കോമാളികള്. അല്ല, ഇതിനെ കൊണ്ടോളില്ലേ? നീ എടുത്തോ. മോളെ, 20 വർഷം മുമ്പേ അയാളുടെ ഭാര്യ പ്രസവിച്ചത് പെൺകൊച്ചി തന്നെയാണ്. ആണോ? ആണ്. തള്ളേ, നിങ്ങളെ കൊണ്ട് പറ്റൂല. നിങ്ങൾ പോയിക്കോളി, വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കും. ചെല്ലി. ചെസ് കളിക്കാൻ വരുന്നുണ്ടോ? ഒരു കുത്ത് കളിക്കാൻ പറ്റിയ സാധനം നിങ്ങൾ എടുത്തേക്ക്. അതിലും നല്ലത് ഞാൻ തന്നെ മേഡം. നിങ്ങൾ കളിച്ചൂടി കേട്ടോ.